ഹായ്. ഇത് തായ്ലാൻഡിലെ പട്ടായയിലെ ഉള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ്. ഒരു സ്ട്രീറ്റ് ഇവിടെ നൈറ്റ് ലൈഫായത്. നൈറ്റ് ലൈഫ് എന്ന് വെച്ചാൽ ഒരു 6-7 മണിയാകുമ്പോൾ അവിടെ വരുന്ന ടൂറിസ്റ്റ് എന്ന് വെച്ചാൽ ഈ അവിടുത്തെ ലോക്കൽസ് ആരും കാണത്തില്ല. ഒരു 90% ജനങ്ങളെല്ലാം ടൂറിസ്റ്റാണ്. അപ്പോൾ അവരെല്ലാവരും ഈ വാക്കിംഗ് സ്ട്രീറ്റ് മാക്സിമം എല്ലാവരും അവിടെ ടൂറിസമായിട്ട് വരുന്നവരെല്ലാവരും അവിടെ വന്ന് നോക്കും. ഇത് നല്ല രസമുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അത്. അപ്പോൾ ഈ വാക്കിംഗ് സ്ട്രീറ്റിലെ ഷോപ്പിങ്സ്, ബാറ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വാക്കിംഗ് സ്ട്രീറ്റിലുണ്ട്. സോ നല്ല ബാറും പിന്നെ മ്യൂസിക്, ഡാൻസ്, സോ മസാജ് സെൻറ്റർ, മസാജ് ആൻഡ് ഡ്രസ്സുകൾ കിട്ടുന്ന ഷൂസ് കിട്ടുന്ന ഷോപ്പുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ കുറേ എൻ്റർടൈൻമെൻറ്റുള്ള ഗെയിംസും പിന്നെ പബ്ലിക്കിന് ഈ എൻ്റർടൈൻമെൻറ്റ് കിട്ടാനുള്ള കുറേ വിഷയങ്ങൾ. ആൻഡ് സംടൈംസ് ചില സ്ഥലത്തിലൊക്കെ ഫുഡും കിട്ടും. എന്ന് വെച്ചാൽ സ്ട്രീറ്റ് ഫുഡ് സൈഡിലൊക്കെ കാണും. ആൻഡ് ഈ കാണുന്നതെല്ലാം ടൂറിസ്റ്റാണ്. എല്ലാം പല രാജ്യത്തിലിരുന്ന് പല കൺട്രിയിലിരുന്ന് വരുന്ന യൂറോപ്യൻസും പിന്നെ ലോട്ട് ഓഫ് ഏഷ്യൻ കൺട്രീസിലിരുന്ന് നിറയെ ആളുകൾ കൂടുതൽ വരുന്നുണ്ട് ഇത് കാണാൻ. അപ്പോൾ ഈ 7 മണി തൊട്ട് ഈ സ്ട്രീറ്റ് എപ്പോഴും ഭയങ്കര തിരക്കും ബിസിയും നല്ല എൻജോയ്മെൻ്റായിട്ട് ഇരിക്കും. സോ ഇത് ബാർ ഏറ്റവും കൂടുതലാണ്. പിന്നെ ഡാൻസും പിന്നെ ബാറിൻ്റെ അകത്തുള്ള ഫുഡുകൾ, മാജിക് ഷോസ്, റോഡിലൊക്കെ പോകുമ്പോൾ മാജിക് ഷോസൊക്കെ കാണും. ബട്ട് എവ്രി വൺ ആ സേഫ്റ്റി, എല്ലാവർക്കും ഒരു സേഫ്റ്റി. പിന്നെ നമ്മുടെ തിങ്സ് ബിലോങ്ങിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അതൊക്കെ മിസ്സാകാത്ത രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ആൻഡ് നല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ള സ്ഥലം. നോട്ട് ഓൺലി ഫോർ യങ്സ്റ്റേഴ്സ്, ഇത് വന്നിട്ട് ഫാമിലിക്കും വരാൻ പറ്റുന്ന സ്ഥലമാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലുള്ള ഇതാണ്. പിന്നെ ഫാമിലി ആരും ഫാമിലിയായിട്ട് വരുന്നതോ ഇല്ല, കിഡ്സ് വന്നാലും അവർ ദേ ഡോണ്ട് ഡിസ്റ്റർബ് എനി വൺ. സോ അങ്ങനത്തെ ഒരു സംഭവമാണ് സ്ഥലമാണ് വാക്കിംഗ് സ്ട്രീറ്റ്. ആൻഡ് ഇങ്ങനെ വേറെ ഒന്നുമില്ല, നമ്മൾ പർച്ചേസിനോ അല്ല വേറെ ഒന്നും പോകണ്ട. ചുമ്മാ വെറുതെ അങ്ങോട്ടും തെക്കും വടക്കും നടക്കുന്നത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, കുറേ വിഷയങ്ങൾ കാണാം. ആൻഡ് മസാജ് ഗേൾസ്, ഇവരൊക്കെ എന്ന് വെച്ചാൽ ബാറിലുള്ള ഗേൾസാണ്. അപ്പോൾ അവർ വന്നിട്ട് ബാറിൽ വന്നിട്ട് കുടിക്കാൻ വേണ്ടി ഒരു ഇങ്ങനെ നമ്മളെ അപ്രോച്ച് ചെയ്ത് വിളിക്കും വന്ന്. സോ ഡ്രിങ്ക്സ് എടുക്കുന്നവർ അവിടെ പോയി ഡ്രിങ്ക്സ് എടുക്കുന്നവരുണ്ട്. ആൻഡ് മോസ്റ്റ്ലി നോക്കുമ്പോൾ ആരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുന്ന ഒരു സംഭവമുള്ളൂ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആൻഡ് മ്യൂസിക്, ഞാനിപ്പോൾ ഈ റെക്കോർഡിങ് മെയിനായിട്ട് വന്നത്, ആദ്യം വന്നിട്ട് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് കോപ്പിറൈറ്റായിട്ട് കിട്ടി. അപ്പോൾ അത് എന്താണെന്ന് ഒരു സ്റ്റഡി ചെയ്തപ്പോൾ വെരിഫൈ ചെയ്തപ്പോൾ യൂട്യൂബിൻ്റെ എന്ന് വെച്ചാൽ ആ വാക്കിംഗ് സ്ട്രീറ്റിൽ പോകുമ്പോൾ മൊത്തം മ്യൂസിക് എല്ലായിടത്തിലും എല്ലാ ബാറിലും നല്ല സ്പീക്കർ വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള വെസ്റ്റേൺ സോങ്സും പിന്നെ തായ് സോങ്സ് കുറവാണ്, ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ സോങ്സ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ട്. നല്ല ലൗഡ്. ഇതേ കണ്ടില്ല പഞ്ചാബിയിൽ ലോട്ട് ഓഫ് ഇന്ത്യൻ ബാർ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ. പഞ്ചാബികൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്, അവരുടെ എൻ്റർടൈൻമെൻറ്റ് ഡാൻസ് പ്രോഗ്രാംസ് എല്ലാം അവിടെ ഇരിക്കും. ആൻഡ് ഒരു പ്രായമുള്ള ഒരു സാറ് ഐസ്ക്രീം ഷോപ്പ്, ഒരു റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അകത്ത്. സോ ഐസ്ക്രീം സ്റ്റോളൊക്കെ വെച്ചിട്ടുണ്ട്.
സോ ലോട്ട് ഓഫ് ഇന്ത്യൻസ് അവിടെ ഞാനിപ്പോൾ റോഡിൽ നടക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ബാറിൽ കയറാനോ അല്ലെങ്കിൽ ഷോപ്പിലെ കടയിലോട്ട് വാ, ഇത് പർച്ചേസ് ഈ ഓഫറുണ്ട്, ഇഷ്ടംപോലെ ഓഫേഴ്സൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ട് തായ് പീപ്പിളെ കാട്ടിയും അതർ കൺട്രി പീപ്പിളെ കാട്ടിയും കൂടുതൽ പഞ്ചാബീസ്, നമ്മുടെ ഇന്ത്യൻ. സോ ഈ ഇന്ത്യനാ ഏറ്റവും കൂടുതൽ എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. എന്നെ മാത്രമല്ല, വരുന്ന എല്ലാവരെയും ഇന്ത്യൻസാണ് അപ്രോച്ച് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ നോർത്ത് ഇന്ത്യൻ ബോയ്സ് ആൻഡ് ഈവൻ ഗേൾസ് ആർ വർക്കിംഗ് ദേ. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ അവർ ജോലി ചെയ്യുന്നു. സോ അവരാണ് ഏറ്റവും കൂടുതൽ. സോ നല്ല ഒരു വൈബുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഫുഡ്, ഗണ്ണ് വന്നിട്ട് തോക്കെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള രീതിയിലല്ല, ഇതെല്ലാം കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള എയർ ഗണ്ണാണ്. അപ്പോൾ നമ്മൾ ഷൂട്ടിങ്സൊക്കെ ഉള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഷൂട്ട് ചെയ്യാനുള്ളത് അങ്ങനെയൊക്കെ. ഇത് നമ്മുടെ നാട്ടിൽ മിക്കവാറും നമ്മൾ കാണുന്നതെല്ലാം ഈ ബലൂൺ അടിക്കുന്ന തോക്ക. പക്ഷേ ഇതെല്ലാം കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള എയർ ഗൺസ്. ഈവൻ മിഷൻ ടൈപ്പിലെ AK-47 ടൈപ്പിലെ ഉള്ള കോപ്പി എയർ ഗൺസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ്. ആൻഡ് എല്ലായിടത്തിലും കുറേ പ്രത്യേകിച്ച് വന്നിട്ട് ഗേൾസ് ഉണ്ട്, ലേഡി ബോയ്സ്, അങ്ങനെ എല്ലാവരും നീറ്റായിട്ടും നല്ല എൻ്റർടൈൻമെൻ്റായിട്ടും നല്ല ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായത്. ആൻഡ് ആ മ്യൂസിക് കേൾക്കാൻ മാത്രം, വേറെ ഒന്നും വേണ്ട. നമ്മൾ ഇവിടെ ഇരുന്ന് ആ അറ്റം വരെ ഓൾമോസ്റ്റ് ഒരു 3 കിലോമീറ്റർ കാണും തോന്നുന്നു. 2.5 ടു മാക്സിമം ഒരു 2.5 കിലോമീറ്റർ കാണും, 2 to 2.5. സോ ഇത്രയും കിലോമീറ്റർ നമ്മൾ ആ വാക്കിംഗ് സ്ട്രീറ്റിൽ നടക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വൈബ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു ബാറിലും ഒരു റെസ്റ്റോറൻറ്റും പിന്നെ എല്ലാ ഷോപ്പിലും എല്ലാവരും മ്യൂസിക് എന്ന് വെച്ചാൽ വെറും അവരുടെ ഒരു പർട്ടിക്കുലർ അകത്ത് മാത്രമല്ല, ഇത് പുറത്ത് എല്ലാവർക്കും നല്ല വിസിബിളായിട്ട് വരുന്ന രീതിയിൽ ഉള്ള ഒരു ഹൈ ക്വാളിറ്റി സ്പീക്കർ വെച്ചിട്ട് നല്ല ഒരു മ്യൂസിക്. സോ ഈ മ്യൂസിക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വൈബാവും എല്ലാവർക്കും. ഈവൻ നമുക്ക് അവിടെ ഒരു വീഡിയോ എടുക്കാൻ പോലും പറ്റത്തില്ല. എൻ്റെ ഗിംബൽ ആക്ച്വലി ബാറ്ററി ഡൗൺ ആയി. സോ എനിക്ക് ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റിയില്ല. സോ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ഷേക്ക് ക്യാമറയിൽ വരുന്നുണ്ട്. ബട്ട് ആക്ച്വലി ഞാൻ എൻ്റെ മൊബൈലിൽ വെച്ച് സാധനമായിട്ട് ഞാൻ എടുത്ത് ഗിംബൽ ഉപയോഗിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഈ ഷേക്ക്. ബട്ട് ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം പിടികിട്ടും. ആൻഡ് നല്ല ഒരു സ്ഥലമാണ് ഇത്, പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സ്ട്രീറ്റ് ഫുഡും സൈഡിലുണ്ട്. അറ്റത്ത് ഇവിടെ ഇരുന്ന് ആ ലാസ്റ്റ് പോകുമ്പോൾ സ്റ്റാർട്ടിങ് വാക്കിംഗ് സ്ട്രീറ്റ് ബോർഡ് കാണാം. നമുക്ക് ആർച്ച് പോലെ ലൈറ്റിംഗ് ആയിട്ട് വാക്കിംഗ് സ്ട്രീറ്റിന് അതിലിരുന്ന് നമ്മൾ ഒരു 2.5 കിലോമീറ്റേഴ്സ് അങ്ങോട്ട് നടക്കുമ്പോൾ അവസാനം വി ക്യാൻ ഫൈൻഡ് സം ഫ്രൂട്ട്സ്, സ്ട്രീറ്റ് ഫുഡ് അതൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും. സോ ബീച്ചിൻ്റെ അറ്റം വരും. സോ ആ സൈഡ്. സോ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു കാമായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്. ബട്ട് ഓക്കെ. ആൻഡ് പീപ്പിൾ ആർ സോ ഫ്രണ്ട്ലി. ലൈക്ക് ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഇല്ല. നമ്മൾ സേഫായിട്ടും ധൈര്യമായിട്ട് പോകാം. പിന്നെ നമ്മുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ കറൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സേഫായിട്ട് വെക്കുന്നത് നമ്മുടെ ഒരു നല്ലതാണ് നമുക്ക്. അതർ ദാൻ ദാറ്റ് it's a very good place. So മാജിക് ഷോസ്, പിന്നെ ഫിഷിൻ്റെ കുറേ മേക്കൊക്കെ ഉണ്ടായിരുന്നു. എനിവേ ഞാൻ ഇതൊന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്തു. ഞാൻ വേറെങ്ങും പോയിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ ഈ പട്ടായ എന്നുള്ള സ്ഥലത്തിൽ പോയിട്ടുണ്ട്. ആദ്യമായിട്ട് പോയതാണ് ഈ തായ്ലാൻഡ് എന്നുള്ള സ്ഥലത്തിൽ. സോ എനിക്ക് പറ്റുന്നവരെ അപ്ലോഡ് ചെയ്യാം. എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ഇത് കൂടുതൽ എന്തെങ്കിലും വ്യൂസ് ഉണ്ടെങ്കിൽ വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് അത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ആൻഡ് കുറേ വീഡിയോസ് ഞാൻ ഇടാം. എൻ്റെ ഹോട്ടൽസും പിന്നെ ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടലും പിന്നെ എന്തൊക്കെ കോസ്റ്റ്, പട്ടായ ഇല്ലെങ്കിൽ തായ്ലാൻഡ് അല്ലെങ്കിൽ പുക്കറ്റ് ഈ സ്ഥലത്തിലൊക്കെ പോകുമ്പോൾ എത്ര കാശാവും, എന്തൊക്കെ കോസ്റ്റാ, ആർക്കൊക്കെ പോകാൻ പറ്റും, വളരെ ഈസി ആണെന്നോ ഹാർഡാണെന്നോ എല്ലാം ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടാം. സോ പ്ലീസ് സബ്സ്ക്രൈബ്, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഇതൊരു ഫുഡ് സ്റ്റോളാണ്. ഇത് നല്ല ഒരു ഫുഡൊക്കെ കിട്ടുന്ന തായ് ഫുഡും പിന്നെ യൂറോപ്യൻ ഫുഡും നമുക്ക് കിട്ടും. തായ് ഫുഡും മോശമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇത്തിരി സോൾട്ടിൻ്റെ ഇത് ഉപ്പ് കുറവായിരിക്കും, അത്രയേ ഉള്ളൂ. ബട്ട് വേകുന്നതെല്ലാം നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ തന്നെ. വലിയ വ്യത്യാസം കൊച്ചു പിള്ളേർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്. ഓൾ യൂറോപ്യൻസ് വരും പിള്ളേരുമായിട്ട്, വിത്ത് ഫാമിലി, മാം, സൺ, ഇങ്ങനെ എല്ലാവരും വരുന്നു. ആൻഡ് എവ്രി വൺ ആർ ഹാപ്പി ആൻഡ് എൻജോയിങ്. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു ഗോ. സോ എല്ലാവർക്കും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. സോ ഓൾമോസ്റ്റ് അറ്റം വരാൻ തുടങ്ങി, എൻഡ് വരാൻ തുടങ്ങി. ബട്ട്